അങ്ങോട്ട് പോകുന്ന റോഡാണേ. ഈ ഒരു വ്യൂവിലാണ് എൻട്രൻസ് തന്നെ. ഇത് നമ്മുടെ പ്ലോട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. നമ്മുടെ ആ പ്ലോട്ടിലോട്ട് ഈ ഒരു റൂട്ടിൽ സ്ട്രെയിറ്റ് ആണ് നമ്മുടെ പ്ലോട്ടിലോട്ട് പോകുന്നത്. ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, സാറിന് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതുപോലെ ഈ ഒരു ഫീൽ കിട്ടി സാറിന്. ഇതേപോലെ തന്നെ ഒരു സാധനം നമ്മുടെ ആ പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. അതായത് ജസ്റ്റ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടും. അങ്ങോട്ട് പോണ വഴിയുള്ള ഒരു ടീ പ്ലാന്റേഷൻ വ്യൂ ആണ്. നമ്മൾ ഈ റോഡിൽ കൂടെ അങ്ങോട്ട് റോഡിലോട്ട് പോകുന്നത്. ഇത്രയും വൈഡാണ് റോഡ്. ആ കാറ് കിടക്കുന്ന വെച്ച് കമ്പയർ ചെയ്യാം. ഇത്രയും വീതി നമുക്ക് റോഡിനുണ്ട്. ഈ കാണുന്നതാണ് ഈ ഒരു പില്ലർ റോഡ് കർവ് ചെയ്ത് മേൽവശം വരെ രണ്ടയുണ്ട്. ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് കയറി കാണിക്കാം. ഫുള്ള് ക്ലീൻ ചെയ്താലേ അതിൻ്റെ വ്യൂ കിട്ടുള്ളൂ. എല്ലാവരും കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂ കിട്ടില്ല. ഇവിടെ നിന്നുള്ള ഫസ്റ്റ് എൻട്രൻസിൻ്റെ ഡയറക്റ്റ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന മലയാണ്. ഇൻഫാക്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ടീ പ്ലാന്റേഷൻ ഉണ്ട്. ഈ മരവും വൃക്ഷം എല്ലാം ഇതിനകത്തുള്ളതാണ്. ഈ ഏലവും ഏറ്റവും വലിയ കാഴ്ച നല്ല വിൻഡുള്ള ഏരിയ. ത്രൂ ഔട്ട് ദ ടൈം നല്ല ഹെവി വിൻസാണ്. ഇതുണ്ട് ഈവൻ ഫുൾ ഏരിയ നല്ല വിൻഡാണ്. ഇതൊക്കെ ഈ പ്ലോട്ടിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിത് ഈ കാണുന്നതൊക്കെ ഇതിനോട് അടുത്തുള്ള റിസോർട്ടുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോഗും ഉണ്ട്. നമ്മളിപ്പോൾ സമയവും ഏകദേശം ഒരു 12 മണി 1 മണിയായി. ഈ ടൈമിലും ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. ഒരു മോർണിംഗ് ലൈറ്റാണ് ഈ സാധനത്തിൽ. പാറയും എല്ലാം ഉണ്ട്. പക്ക ഒരു ഫോറസ്റ്റ് വൈബ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാലൊരു ഹിൽ വ്യൂവും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. റിസോർട്ട് ഐഡിയൽ സ്ഥലമാണ് ഇത്. അടുത്ത റിസോർട്ടാണ് ഇത്. നമ്പർ ഓഫ് റൂംസ് തരാം ആൻഡ് ഓക്യുപ്പൻസി ഉണ്ട് എല്ലായിടത്തും. കണ്ടത്